ഹലോ, വെൽക്കം ടു സിംപ്ലിമെന്റ് അക്കാഡമി. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം ഫാർമക്കോഗ്നോസിന്റെ അകത്ത് ഒരുപാട് ഡ്രഗ്സും അതിന്റെ ബയോളജിക്കൽ സോഴ്സും ഫാമിലി എല്ലാതും കൂടി ആയിട്ടൊരു ഒരു അവിയൽ രൂപത്തിലായിരിക്കും അല്ലെ. ഒരു 60 അബൌ ഡ്രഗ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാതും കൂടി പഠിച്ചു വരുമ്പോൾ നമുക്ക് ഒന്നും തന്നെ ഏതിലാ പഠിച്ചത്, അതായത് നമുക്ക് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും ഫാർമക്കോഗ്നോസി, മനസ്സിലാക്കി പഠിക്കാനോ അങ്ങനെയൊന്നും വല്ലാതെ ഇല്ല. പക്ഷെ എന്താണ്, അതെല്ലാതും കൂടി പഠിച്ച് ലാസ്റ്റിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഫാമിലി ഇതാണോ അതിന്റെ ബയോളജിക്കൽ സോഴ്സ്, ഇതാണോ ഇതിന്റെ മൈക്രോസ്കോപ്പി, ഇതാണോ യൂസ് എന്ന് പറഞ്ഞാൽ ആകെപ്പാട് നമുക്കൊരു മിക്സ് ആയിരിക്കും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഒരു ടോപ്പിക്ക് നമുക്കൊന്ന് വേർതിരിച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ PSCന്റെ അകത്ത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താണ് പഠിക്കുന്നത്, ഫാമിലീസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഏതൊക്കെ ഫാമിലിന്റെ അകത്ത് ഏതൊക്കെ ഡ്രഗ്സ് വരുന്നു. ഓക്കെ, ഇവിടെ എല്ലാ ഡ്രഗ്സും ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എന്നാലും ഒരു 90% ഡ്രഗ്സ് നമ്മൾ ഫാമിലീസിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, അപ്പോസൈനേസിയ ഫാമിലി. ഓക്കെ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അപ്പോസൈനേസിയ ഫാമിലി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോസൈനേസിന്റെ അകത്ത് ഒരുപാട് ഡ്രഗ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അപ്പോസൈനേസിയ ഫാമിലിന്റെ അകത്ത് വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതിന് നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പു, അപ്പു. ഓക്കെ, അപ്പു കാശ് വെച്ച് ടോസ് ചെയ്തു. ഓക്കെ, അപ്പു കാശ് വെച്ച് ടോസ് ചെയ്തു. അപ്പോ. ഓക്കെ, സോ അപ്പോസൈനേസിയെ കാശ് വെച്ച്, K for കുർച്ചി. ഓക്കെ, K for കുർച്ചി, വെച്ച് ദാറ്റ് ഈസ് വിങ്ക. ഓക്കെ, V for വിങ്ക, ടോസ് TOSS. ഓക്കെ, തിവേഷ്യ, O for ഔബൻ, S for സ്ട്രോഫാന്തസ്, S for സർപ്പഗന്ധ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അപ്പോസൈനേസിന്റെ ട്രിക്ക് എന്താണ്, അപ്പു കാശ് വെച്ച് ടോസ് ചെയ്തു. ഓക്കെ, അപ്പോസൈനേസിയ, K for ക്യാഷ്. ഓക്കെ, ഇവിടെ കാശ് വെച്ച്, അപ്പൊ K for കുർച്ചി. ഓക്കെ, ദെൻ വെച്ച്, B for വിങ്ക. ഓക്കെ, ടോസ് ചെയ്തു, ടോസ്, T for തിവേഷ്യ, O for ഔബൈൻ, ദെൻ S for സ്ട്രോഫാന്തസ്, ലാസ്റ്റ് വൺ S for സർപ്പഗന്ധ. ഓക്കെ, അപ്പൊ ഇത്രയും ഡ്രഗ്സ് ആണ് അപ്പോസൈനേസിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പു കാശ് വെച്ച് ടോസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം റൂബിയേസിയ ഫാമിലി. ഓക്കെ, റൂബിയേസിയ ഫാമിലിക്ക് എന്താണ്, നമുക്ക് ട്രിക്ക് എന്ത് കൊടുക്കാം, റൂബിയേസിയ, റൂബി അല്ലെ, റൂബി PCIയിൽ പോയി. PCI ആസ് എ ഫാർമസിസ്റ്റ്, PCI എന്താന്ന് എല്ലാവർക്കും അറിയാം, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സോ ആ ഒരു PCI എന്നുള്ള വേർഡ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൂബി PCIയിൽ പോയി. ഓക്കെ, റൂബി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ പോയി, അതാണ് PCIയിൽ പോയി. റൂബി, റൂബിയേഷ്യസ്. ഓക്കെ, PCI അതിൽ P എന്താണ്, പെയിൽ കാറ്റേച്ചു. ഓക്കെ, പെയിൽ കാറ്റേച്ചു. ദെൻ C for സിങ്കോണ ആൻഡ് കോഫി. ഓക്കെ, സിങ്കോണ ആൻഡ് കോഫി. ദെൻ I for ഇപ്പിക്കാക്. ഓക്കെ, I for ഇപ്പിക്കാക്. അപ്പൊ ഏതൊക്കെയാണ് റൂബിയേസിയ ഫാമിലിന്റെ അകത്ത് വരുന്നത്, റൂബി PCIയിൽ പോയി. ഓക്കെ, റൂബി, റൂബിയേഷ്യസ്. ഓക്കെ, PCI, P for പെയിൽ കാറ്റേച്ചു, C for കോഫി ആൻഡ് സിങ്കോണ, ദെൻ I for ഇപ്പിക്കാക്. ഓക്കെ, അപ്പൊ റൂബിയേസിയ ഫാമിലിന്റെ കോഡാണ് റൂബി PCIയിൽ പോയി. ദെൻ നെക്സ്റ്റ് റോസേസിയ ഫാമിലി. ഓക്കെ, റോസേസിയ ഫാമിലി നിങ്ങൾക്ക് അറിയാം, അതായത് ഏതൊക്കെ ഡ്രഗ്സ് എല്ലാതും കൂടി പഠിക്കുമ്പോൾ മിക്സ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഇതൊക്കെ കേട്ട ഡ്രഗ്സ് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് കോഡ് യൂസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, റോസിക്ക് BPL കാർഡാണ്. ഓക്കെ, നമ്മുടെ റോസിക്ക് എന്താണ്, BPL കാർഡാണ്. BPL കാർഡ് എന്താണെന്ന് അറിയാം. ഓക്കെ, ബിലോ പ്രോവർട്ടി ലെവൽ. ഓക്കെ, BPL കാർഡാണ്. സോ റോസിക്ക്, റോസി എന്ന് പറയുന്നത് റോസേസിയ ഫാമിലി. ഓക്കെ, BPL, B for ബിറ്റർ ഓറഞ്ച് പീൽ ആൻഡ് ബിറ്റർ ആൽമണ്ട്. ഓക്കെ, ബിറ്റർ ഓറഞ്ച് പീൽ ആൻഡ് ബിറ്റർ ആൽമണ്ട്, അതാണ് BPL B. ഓക്കെ, P for പൈലോകാർപ്പസ് ആൻഡ് L for ലെമൺ പീൽ. ഓക്കെ, ഒരു കാര്യം കൂടി നോക്കുക, ഇവിടെ പീൽ, BPLന്റെ അകത്ത് വരുന്ന ഓറഞ്ച് പീലും ലെമൺ പീലും റോസേസിയ ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റോസിക്ക് BPL കാർഡാണ്. ഓക്കെ, റോസേസിയ ഫാമിലി BPL, B for ബിറ്റർ ഓറഞ്ച് പീൽ. ഓക്കെ, ദെൻ ബിറ്റർ ആൽമണ്ട്. ദെൻ BPL, P for പൈലോകാർപ്പസ് ആൻഡ് L for lemon peel. Okay,
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അംബലിഫറെ ഫാമിലി. ഓക്കെ, അംബലിഫറെ ഫാമിലി നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്ത് പഠിച്ചിരുന്നത്? അംബ്രല അല്ലെ. അംബലിഫറ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലോട്ട് വരുന്നത് എന്താണ്? അംബ്രല. അപ്പൊ നമ്മുടെ കോഡ് എന്താണ്? അംബ്രലയിൽ നിന്ന് ഡിൽ ഫാൾ ചെയ്തു, അതിൽ 4A ഉണ്ട്, 3 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, 4A ഉണ്ട്, 3 കാർബൺ ആറ്റം ഉണ്ട്. അതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, വെൽ ഫസ്റ്റ് അംബ്രല, അംബ്രല അംബലിഫറെ. ഓക്കെ, അംബ്രലന്റെ അകത്ത് അംബലിഫറെ. നെക്സ്റ്റ് ഡിൽ. ഓക്കെ, ഡിൽ, ഡിൽ അതാണ് ഡി ഫോർ ഡിൽ. ദെൻ ഫാൾ ചെയ്തു, ഫാൾ ചെയ്തതിൽ എഫ്, എഫ് എന്ന് പറയുമ്പോൾ ഫെന്നൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 4A. ഓക്കെ, 4A ഏതൊക്കെയാണ്? എ അമ്മി, അനൈസ്, അസഫോറ്റിഡ ആൻഡ് അജോവൻ. ഓക്കെ, അമ്മി, അനൈസ്, അസഫോറ്റിഡ ആൻഡ് അജോവൻ, ദാറ്റ് ഈസ് 4A. ദെൻ 3C കാരവേ, കൊറിയാണ്ടർ, ക്യുമിൻ. ഓക്കെ, കാരവേ, കൊറിയാണ്ടർ, ക്യുമിൻ. ഇനി അംബലിഫറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഫ്രൂട്ട് ടൈപ്പ് ഉള്ളത്. ഓക്കെ, അങ്ങനത്തതാണ് അധികം അംബലിഫറിന്റെ അകത്ത് വരുന്നത്. ജസ്റ്റ് നോക്കിയേ, ഡില്ല്, ഫെനലൊക്കെ കണ്ടിട്ടില്ലേ? അതിനൊക്കെ എന്താണ്, ബാർക്കാണോ അല്ല റൂട്ടാണോ അല്ല ലീഫാണോ അതും അല്ല. ഓക്കെ, ഒരു ഫ്രൂട്ട് ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും അംബലിഫറിന്റെ അകത്ത് വരിക. കാരവേ, കൊറിയാണ്ടർ, ക്യുമിൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയുന്ന സംഭവങ്ങളൊക്കെ തന്നെ. ഓക്കെ, അസഫോറ്റിഡ എല്ലാം അംബലിഫറെ ഫാമിലിന്റെ അകത്താണ് വരുന്നത്. ഓക്കെ, സോ കോഡ് എന്താണ്? അംബ്രലയിൽ നിന്ന് ഡിൽ ഫാൾ ചെയ്തു, അതിൽ 4A ഉണ്ടായിരുന്നു, 3 കാർബൺ ആറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ലോഗനേസിയ ഫാമിലി. ഓക്കെ, ലോഗനേസിയ ഫാമിലിന്റെ കോഡ് എന്താണ്? ലോഗ് CNP. CNP എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മൾ പഠിച്ചിരുന്ന ഒരു സബ്ജക്റ്റിന്റെ പേരായിരുന്നു CNP എന്നല്ലേ, അല്ലെ? ഏതായിരുന്നു? കെമിസ്ട്രി ഓഫ് നാച്ചുറൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാണ് CNP എന്ന് പറഞ്ഞാണ്. ഓക്കെ, CNP എന്നുള്ളത് ലോഗ് CNP, അതാണ് നമ്മുടെ കോഡ്, ലോഗനേസിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ CNP ഏതൊക്കെയാണ്? ക്യുറാരെ, നെക്സ്വോമിക്ക, ഫൈസോസ്റ്റിഗ്മി. ഓക്കെ, ക്യുറാരെ, നെക്സ്വോമിക്ക, ഫൈസോസ്റ്റിഗ്മി അതാണ് ലോഗനേസിയ ഫാമിലിന്റെ അകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലാബിയേറ്റ് ഫാമിലി. ഓക്കെ, ലാബിയേറ്റ് ഫാമിലിന്റെ അകത്ത് വരുന്നത് ഏതൊക്കെ ഡ്രഗ്സ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോഡ്? ലാബി ലവ് സ്പോർട്സ്. ഓക്കെ, ലാബി ലവ് സ്പോർട്സ്. എന്തായിരുന്നു? ലാബിക്ക് സ്പോർട്സ് ഇഷ്ടമായിരുന്നു. ഓക്കെ, സോ ലാബിയേറ്റ്. ഓക്കെ, ലവ് സ്പോർട്സ്. സ്പോർട്സിൽ എസും പിയും ഉണ്ട്, ഓ അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. ഓക്കെ, ഓ എന്നുള്ള ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാത്ത. സോ എസ് ഫോർ സ്പിയർമിൻ, പെപ്പർമിന്റ്, ദെൻ റോസ്മേരി, ടി ഫോർ തുളസി ആൻഡ് തൈം. ഓക്കെ, ഏതൊക്കെയാണ് ലാബിയേറ്റിന്റെ അകത്ത്? സ്പോട്ട്. ഓക്കെ, സ്പിയർമിന്റ്, പെപ്പർമിന്റ്, ദെൻ റോസ്മേരി, ദെൻ തുളസി ആൻഡ് തൈം. ഇത്രയും ഡ്രഗ്സ് ആണ് ഏത് ഫാമിലിന്റെ അകത്താണ് വരുന്നത്? ലാബിയേറ്റ്. ഓക്കെ, ലാബി ലവ് സ്പോർട്സ്. ഓക്കെ, നെക്സ്റ്റ് ലില്ലിയേസിയ. ഓക്കെ, ലില്ലിയേസിയ ഫാമിലി. ലില്ലിയേസിയ പേരിൽ തന്നെ നമുക്ക് കോഡ് ഉണ്ടാക്കാം. ഓക്കെ, ലില്ലിക്കുട്ടിയുടെ വീട്ടിലേക്ക് അലോഷി 2 സ്റ്റാർസ് കോള പിന്നെ ഗിഫ്റ്റും നൽകി. ഓക്കെ, ലില്ലിക്കുട്ടിയുടെ വീട്ടിലേക്ക് അലോഷി എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? 2 സ്റ്റാർസും കോളയും ഗിഫ്റ്റും നൽകി. ഓക്കെ, ലില്ലിക്കുട്ടി, അപ്പോൾ ലില്ലിയേസിയെ. ഓക്കെ, ലില്ലിക്കുട്ടിയുടെ വീട്ടിലേക്ക്, വി ഫോർ വെരാട്രം. ഓക്കെ, വി ഫോർ വെരാട്രം, VE വെരാട്രം. ഓക്കെ, അലോഷി പേര് തന്നെ ഉണ്ട്, അലോ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. 2 സ്റ്റാർസ്. ഓക്കെ, സോ സ്ക്വില്ലും ശതാവരിയാണ് ഉള്ളത്. ദെൻ കോള, ദാറ്റ് ഈസ് കോൾച്ചിക്കം. ഓക്കെ, ദെൻ ഗിഫ്റ്റ്, ഗാർലിക്. ഓക്കെ, ഗാർലിക്. സോ ലില്ലിക്കുട്ടിയുടെ വീട്ടിലേക്ക് അലോഷി 2 സ്റ്റാറും കോളയും ഗിഫ്റ്റും നൽകി. അതാണ് ലില്ലിക്കുട്ടി, ലില്ലിയേസിയ. ഓക്കെ, പിന്നെന്താണ്? വെരാട്രത്തിലെ VE. ഓക്കെ, വെരാട്രം, അലോഷി, അലോ. ഓക്കെ, ദെൻ 2 സ്റ്റാർസ്, സ്ക്വില്ലും ശതാവരിയും. ഓക്കെ, ദെൻ കോള, കോൾച്ചിക്ക, ദെൻ ഗിഫ്റ്റ്. ഗിഫ്റ്റിൽ എന്താണ്? ഗാർലിക്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ലെഗുമിനേസെ. ഓക്കെ, നമുക്കറിയാം ലെഗുമിനോസെ, അപ്പോസൈനേസിയ ഇതൊക്കെ ഡ്രഗ്സിന്റെ അകത്താണ് ഒരുപാട് നമ്മളെ ഫാർമക്കോഗ്നോസി ഡ്രഗ്സ് വരുന്നത് അല്ലെ. അപ്പൊ ലെഗുമിനോസിന്റെ അകത്ത് ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. അതിൽ കുറച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ട് മാത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതില് ലെഗുമിനോസയ്ക്ക് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കോഡ് എന്ന് പറയുന്നത് അശോകൻ, സെന്ന, അർച്ചന. ഓക്കെ, 3 പേര്. അശോകൻ, സെന്ന, അർച്ചന. അപ്പോൾ ഇവര് 3 പേരും കൂടി ഓക്കെ, അശോകനും സെന്നയും അർച്ചനയും കൂടി ടോൾ അടച്ച് പെട്രോൾ കാർ വാങ്ങി. ഓക്കെ, അതിൽ അവർ സൊറ പറഞ്ഞ് പെറുവിലെ ബ്ലാക്ക് മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് ഗമ്മും ലിക്കറും വാങ്ങി. ഓക്കെ, എന്താണ് അശോകൻ, ദെൻ ആരൊക്കെയാണ്? സെന്ന ആൻഡ് അർച്ചന. ഓക്കെ, 3 പേര്. അവര് 3 പേരും കൂടി ടോൾ അടച്ച് പെട്രോൾ കാർ വാങ്ങി. ഓക്കെ, അതിൽ അവർ എന്താണ് സൊറ പറഞ്ഞ് പെറുവിലെ ബ്ലാക്ക് മാർക്കറ്റിൽ പോയി ഗമ്മും ലിക്കറും വാങ്ങി. ഓക്കെ, സോ അശോകൻ, അശോക ഈസിയാണ്. ഓക്കെ, സെന്ന, സെന്ന, അർച്ചന ഓക്കെ, അരാച്ചിസോയിൽ. ഓക്കെ, അർച്ചന അരാച്ചിസോയിൽ. ദെൻ ടോൾ അടിച്ച്, ടോൾ അടച്ച്. ഓക്കെ, ടോൾ അടയ്ക്കുക. സോ ടോൾ എന്താണ് നമ്മൾ ടോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചത്? ബാൽസം ഓഫ് ടോളു. ഓക്കെ, ദെൻ പെട്രോൾ കാർ വാങ്ങി. പെട്രോൾ അതുണ്ടോ ഇതിന്റെ സ്പെല്ലിങ്? ടെറോ കാർപ്പസില് പെട്രോൾ ഒന്ന് ജസ്റ്റ് മാറി കൊടുത്തിട്ടേ ഉള്ളൂ. ഈ TE അങ്ങോട്ട് മാറി. ഓക്കെ, സോ പെട്രോൾ, ടെറോ കാർപ്പസ്. ഓക്കെ, ദെൻ സൊറ പറഞ്ഞ്, സൊറ, സൊറാലിയ. ഓക്കെ, സൊറ എന്നുള്ളതിന് സൊറാലിയ. ദെൻ പെറുവിലെ ബ്ലാക്ക് മാർക്കറ്റ്, പെറു, ബാൽസം ഓഫ് പെറു. ഓക്കെ, ബ്ലാക്ക്, സോ ബ്ലാക്ക് കറ്റേച്ചു. ഓക്കെ, ദെൻ ഗം. ഗം എന്തൊക്കെ ഗമ്മാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഗം ഏതൊക്കെയാണ് നമ്മൾ ഫാർമക്കോഗ്നോസിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്? ഗം എന്ന് പറയുമ്പോൾ അക്കേഷ്യ, തഗാക്കൻ ആൻഡ് ഗോർഗം. ആ 3 ഗമ്മും വരുന്നത് ലെഗുമിനോസെ ഫാമിലിയാണ്. ഓക്കെ, അക്കേഷ്യ, തഗാക്കൻ ആൻഡ് ഗം. ദെൻ ലിക്കർ. ഓക്കെ, ലിക്കർ അറിയുമ്പോൾ ലിക്വറൈസ്. ഓക്കെ, ഇതിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് കറ്റേച്ചു. ഓക്കെ, ബ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് കറ്റേച്ചു. ഇനി എന്ന് പറഞ്ഞ എന്തായിരിക്കും നമ്മുടെ കോഡിനനുസരിച്ച് ലെഗുമിനോസെ ഫാമിലി? ഓക്കെ, എന്താണ്? അശോകൻ, സെന്ന, അർച്ചന. അപ്പൊ അശോക, സെന്ന, അരാച്ചിസോയിൽ. ഓക്കെ, ടോൾ അടച്ച്, സോ ബാൽസം ഓഫ് ടോളു. ഓക്കെ, ടോൾ അടച്ച് പെട്രോൾ കാർ വാങ്ങി. സോ പെട്രോൾ, ടെറോ കാർപ്പസ്. സ്പെല്ലിംഗ് നോക്കുക, പെട്രോളിന്റെ PETRO എന്നാണ്. ഇവിടെ ടെറോ കാർപ്പസ് വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു ടി ഇങ്ങോട്ട് മാറി. ഓക്കെ, ദെൻ അതിൽ അവർ എങ്ങോട്ടാ പോയത്? സൊറ പറഞ്ഞ്. സൊറ മീൻസ് സൊറ നമ്മൾ എന്താണ്? സൊറാലിയ. ഓക്കെ, സൊറ പറഞ്ഞ് പെറുവിലെ, പെറു, സോ ബാൽസം ഓഫ് പെറു. ഓക്കെ, ബ്ലാക്ക് മാർക്കറ്റ്, ബ്ലാക്ക് കറ്റേച്ചു. ഗം വാങ്ങി, ഗം. ഓക്കെ, ഗം എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ഫാർമക്കോഗ്നോസിൽ നമ്മൾ പൊതുവെ പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗംസ് ഏതൊക്കെയാണ്? അക്കേഷ്യ, തഗാക്കൻ ആൻഡ് ഗോർഗം. ഓക്കെ, ഇത് 3 മെയിൻ ആയിട്ട് പഠിക്കുന്ന ഗംസ് എന്ന് പറയുന്നത്. സോ അക്കേഷ്യ, തഗാക്കൻ, ഗോർഗം. ദെൻ ലിക്കർ, ലിക്വറൈസ്. ഓക്കെ, ദെൻ സൊളനേഷ്യ ഫാമിലി. സൊളനേഷ്യ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? സൊളനേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താ വരിക? പൊട്ടാറ്റോ. പൊട്ടാറ്റോ ഫാമിലീസ് ആണ് നമ്മൾ സൊളനേഷ്യ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ സൊളനേഷ്യന്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ട്യൂബേഴ്സ്, പൊട്ടാറ്റോ അങ്ങനത്തൊക്കെയാണ്. ഓക്കെ, സോ ABCDHSS. ഓക്കെ, സൊളനേഷ്യക്ക് എന്താണ്? ABCDHSS. A for എന്താണ്? A for അശ്വഗന്ധ. ഓക്കെ, B for ബെല്ലഡോണ, C for capsicum, D for datura, ഹയോസയാമസ്, ദെൻ സ്ട്രമോണിയം, സൊളാനം. ഏതൊക്കെയാണ്? ABCDHSS. A for എന്താണ്? അശ്വഗന്ധ. ഓക്കെ, B for ബെല്ലഡോണ, C for capsicum. Okay, D for datura, then S for stramonium, and last H for hyoscyamus, then last S for savanna. Okay, then Gramine family. Okay, Gramine family ന്റെ അകത്ത് വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? സെൽ. അതിനുള്ള കോഡാണ് സെൽ. ഓക്കെ, S for starch. Okay, E for ergot and L for lemon grass oil. ഓക്കെ, എന്തൊക്കെയാണ് ഗ്രാമീണ ഫാമിലിന്റെ അകത്ത് വരുന്നത്? സെൽ. സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? S for starch, E for ergot and L for lemon grass oil. ഓക്കെ, സോ അത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സിന് ഫാമിലി. ഓക്കെ, ഫാമിലിന്റെ അകത്ത് വരുന്ന
കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സും കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. കോഡ് യൂസ് ചെയ്തിട്ട് പഠിച്ചാൽ വേഗം തന്നെ നമ്മുടെ മനസ്സിൽ കയറും. ഓക്കെ, PSCക്ക് ഒരു നല്ല പോർഷൻ തന്നെ ഫാർമക്കോഗ്നോസിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഇവിടെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതോടുകൂടി അത്യാവശ്യം ഡ്രഗ്സിന്റെ ഒക്കെ എന്താണ് ഫാമിലി പഠിക്കും. ഓക്കെ, ഇനിയും ഉണ്ട് കേട്ടോ ഫാമിലി, അതായത് നമ്മൾ ഓരോ ഡ്രഗിനും ഓരോ ഫാമിലി ഒക്കെ ഉണ്ട്. ഇപ്പോൾ എഫിഡ്രിക്, എഫിഡ്രേസിയ, ഓക്കെ, കൊക്കക്ക് എറിത്രോസൈലം, കൊക്കേസോ എറിത്രോസൈലേസി, അങ്ങനത്തെ ഒക്കെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അത് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഒരുപാട് ഒരു ഫാമിലിന്റെ അകത്ത് തന്നെ ഒരുപാട് ഡ്രഗ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അത് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ അതായത് ഈ ഒരു ഫാമിലിന്റെ അകത്ത് വരുന്ന ഡ്രഗ്സ് ഒക്കെ ഇങ്ങനെ പഠിച്ചാൽ തന്നെ നമുക്ക് വേഗം ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു.